സംഭവം നടന്നയന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പ്രതി ഷൊർണൂരിലെ പെട്രോൾ പമ്പിലെത്തിയത്. സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഏപ്രിൽ 2 ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കേസിലെ പ്രതി ഷാറൂഖ് സൈഫി ഇവിടെ നിന്നും പെട്രോൾ മേടിച്ചിട്ടുള്ളത്. നമുക്ക് കാണാം ഇവിടുത്തെ ദൃശ്യങ്ങളെല്ലാം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരോട് എത്തുകയും ഇത് CCTVയിലെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാകുന്ന വിവരം 2 കന്നാസുകളിലായി 4 ലിറ്റർ പെട്രോൾ ഇവിടെ നിന്ന് മേടിച്ചു പോയി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ വാഹനങ്ങളെല്ലാം തന്നെ ഇന്ധനം തീർന്ന് വഴിയിൽ നിൽക്കുന്ന സമയത്ത് പല ആളുകളും ഇത്തരത്തിൽ ബോട്ടിൽ വന്ന് ഈ ഇന്ധനം മേടിച്ച് പോകുന്നതാണ്, പെട്രോളും ഡീസലും എല്ലാം മേടിച്ച് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരാളാകും എന്ന് തന്നെയായിരിക്കും ഇവർ കരുതിയിട്ടുണ്ടാകുക. ഓട്ടോറിക്ഷയിലാണ് വന്നത് എന്നത് സംബന്ധിച്ചാണ് കൃത്യമായി വിവരം ലഭിക്കുന്നത്. പോലീസ് വന്നിട്ട് CCTV ക്യാമറ നോക്കിപ്പോയി, ഇത്ര തന്നെ, വേറെ ഒന്നും പറഞ്ഞൊന്നുമില്ല. അതിനകത്ത് ഈ ദൃശ്യങ്ങളിൽ ഇയാൾ ഇവിടെ വന്ന് വാങ്ങുന്നത് ഇല്ല, നമ്മൾ കണ്ടിട്ടില്ല. ഇല്ല, CCTV ക്യാമറ പോലീസ് ചെക്ക് ചെയ്തു, അവർ പോവുകയും ചെയ്തു. ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയോ? ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയി, പോയി. അത് കാർഡ് കൊണ്ടുപോയി. അതെ, കാർഡ് കൊണ്ടുപോയി. പിന്നീട് പോലീസ് നമ്മളോട് പറഞ്ഞോ? ഇല്ല, ഒന്നുമില്ല, പോലീസ് നോക്കി പോവുക ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ റെയിൽവേ സ്റ്റേഷനിൽ വൈകിട്ട് 7:15 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് 7:15 ഷൊർണൂരിൽ നിന്നും പുറപ്പെടുന്നത്. അപ്പോൾ ആ സമയം വരെ ഇയാൾ എന്ത് ചെയ്തു എന്നതും അതോടൊപ്പം തന്നെ ആരെങ്കിലും സഹായത്തിനുണ്ടായിരുന്നോ, ആരെല്ലാം കൂടിക്കാഴ്ച നടത്തി അല്ലെങ്കിൽ ആരെല്ലാം വിളിച്ചു, അത്തരം കാര്യങ്ങളെല്ലാം പോലീസിന് വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ കേസിലെ വളരെ നിർണായകമായ ഒരു നിർണായക സംഭവത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. ഈ ട്രെയിനിൽ തീവയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പെട്രോൾ മേടിച്ചിരിക്കുന്നത് ഷൊർണൂരിലെ പൊതുവാൾ ജംഗ്ഷനിൽ നിന്നുള്ള ഇവിടുത്തെ പെട്രോൾ പമ്പിൽ നിന്നുമാണ് ഇന്ന് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നു. അതിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്.